നമുക്ക് എളുപ്പത്തിലൊരു മൊമോസിൻ്റെ റെസിപ്പി നോക്കിയാലോ. ഞാനിവിടെ വെജ് മൊമോസാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാൻ കുറച്ച് മൈദ, ഉപ്പ്, ഇച്ചിരി വെള്ളം, ഇച്ചിരി എണ്ണയും കൂടെ ഒഴിച്ച് നല്ലപോലെ അത് കുഴച്ച് വെച്ചു. അന്നേരം കൊണ്ട് ഞാൻ ക്യാബേജ് അരിഞ്ഞെടുത്തു. ഈ ക്യാബേജ് നമുക്ക് പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം. പൊടി പൊടി ആകുമ്പം നല്ലതായിട്ടൊന്ന് എളുപ്പം ഒന്ന് കുക്കായി കിട്ടും. അതിനായിട്ട് ഞാൻ ഈ ക്യാബേജ് നോക്കിയപ്പോൾ ക്യാരറ്റ് ഇല്ലായിരുന്നു. നമുക്ക് ഈ ക്യാബേജ് മാത്രം വെച്ച് ഇത് ഉണ്ടാക്കാം. അതും നല്ല ടേസ്റ്റാണ്. നമുക്ക് ചിക്കൻ മൊമോസും ഉണ്ടാക്കാം, വെജ് മൊമോസും ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഇത് ആദ്യമായിട്ടാണ് ഇതിങ്ങനെ ട്രൈ ചെയ്യുന്നത്. ഇതിനായിട്ട് ഞാൻ സവാള, പച്ചമുളക്, 2-3 പച്ചമുളക് എടുത്ത് നല്ലപോലെ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞ് നമുക്ക് ഇത് എല്ലാം എടുത്ത് വയ്ക്കാം. പിന്നെ ക്യാരറ്റ് ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റാണ്. അപ്പം അതിനായിട്ട് ഞാൻ കുറച്ച് വെളുത്തുള്ളി, ഒരു കൊച്ചു കഷ്ണം ഇഞ്ചിയും പൊടിയായിട്ട് അരിഞ്ഞെടുത്തു. ഇതൊക്കെ ഞാൻ അരിഞ്ഞെടുത്ത് ഞാനൊരു പാൻ ചൂടാക്കി അതിനകത്ത് ഞാൻ കുറച്ച് എണ്ണ, ഇവിടെ ഞാൻ സൺഫ്ലവർ ഓയിൽ ആണ് എടുക്കുന്നത്. അത് ഞാൻ 2-3 സ്പൂൺ മതി. അതിട്ടിട്ട് നമുക്ക് ആദ്യമേ ഇതിനകത്ത് കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞു വെച്ചത് ഇടാം. നമുക്കിവിടെ ഇഞ്ചിയും അതിനൊപ്പം നമുക്ക് ചേർത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് അത് ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് അതിനകത്ത് ക്യാബേജ് ഇട്ടാൽ മതി. ഇത് ഒത്തിരിയൊന്നും വെളുത്തുള്ളി ഇഞ്ചി ഒത്തിരി മുക്കണ്ട, ജസ്റ്റ് ഒന്ന് അതിൻ്റെ പച്ചച്ചവ ഒന്ന് മാറി കിട്ടിയാൽ മതി. അത് കഴിഞ്ഞ് ഞാനിവിടെ ക്യാബേജ് എല്ലാം ഇട്ട് നല്ലപോലെ ഇത് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിൻ്റെ കൂടെ ഞാൻ ഇച്ചിരി മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇച്ചിരി കുരുമുളക് പൊടി ഇതിൻ്റെ കൂടി ചേർത്തായിരുന്നു. അതൊക്കെ ആയി നമുക്ക് മാറ്റി വയ്ക്കാം ആറാൻ വേണ്ടി. അന്നേരം കൊണ്ട് ഞാൻ ഈ മൈദ കുഴച്ച് വെച്ചത് ചെറിയ ചെറിയ ബോൾസായിട്ട് ഒരു പൂരിയുടെ അത്രയും വേണ്ട, ചെറുതായിട്ട് നമുക്ക് പരത്തിയെടുത്താൽ മതി. അത് ഞാൻ ഇവിടെ പരത്തിയെടുത്തു. എടുത്തു കഴിഞ്ഞ് എൻ്റെ കയ്യിൽ ഇതിങ്ങനെ ഒരു അച്ച് പോലുണ്ട്. ഇത് നമുക്ക് എണ്ണ ഇതിനകത്ത് തേച്ച് നല്ല എളുപ്പമാണ് നമുക്കിതിനകത്ത് ചെയ്തെടുക്കാൻ. ഇതിങ്ങനെ ഞാൻ വെച്ചിട്ട് അതിനകത്ത് നമ്മൾ ഫില്ലിങ് എല്ലാം നല്ലപോലെ നിറച്ച് സൈഡിൽ ഒരു ഇച്ചിരിയും വെള്ളം ഒന്ന് തേച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യണം. പിന്നെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് മാറ്റിയെടുക്കാം. ഞാനിത് ആദ്യമേ ചെയ്തപ്പം ഇതിങ്ങനെ തുറന്നു വന്നു. ഞാനിത് ഒന്നുകൂടെ ഇച്ചിരി വെള്ളം തേച്ച് നല്ലപോലെ പ്രസ് ചെയ്തപ്പം ഇത് നല്ലപോലെ ഇതായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആവി കയറ്റിയെടുക്കാനാണ്. ഇത് ഞാൻ ഇങ്ങനെ കുറച്ചുണ്ടാക്കി വെച്ച് നല്ലപോലെ നമുക്ക് ആവി കയറ്റി എടുക്കാം. ഇത് എളുപ്പം അങ്ങ് കുക്കായി കിട്ടും. ഞാൻ അന്നേരം ഇത് ഒരു 10 മിനിറ്റ് വേണ്ട, നമുക്ക് എളുപ്പം അങ്ങ് ഇത് ആവി കയറ്റിയെടുക്കാൻ പറ്റും. ഇതാണ്ട് ഇവിടെ എല്ലാം നല്ലപോലെ സോഫ്റ്റായി കുക്കായി വന്നിട്ടുണ്ട്. ഞാനിത് ഒരു 10 മിനിറ്റ് വെച്ചതേ ഉള്ളായിരുന്നു. നമുക്ക് ഇത് ഓരോന്നോരോന്ന് ഇത് മാറ്റി എടുക്കാം. ഇത് എളുപ്പമാണ്, എണ്ണയൊന്നും വേണ്ട. നമുക്ക് എണ്ണ വെച്ചും നമുക്ക് ഈ മൊമോസ് ഉണ്ടാക്കിയെടുക്കാം. പക്ഷെ ഞാൻ ഇത് സ്റ്റീം ചെയ്തെടുക്കുവാണ്. ഇത് ഞാനിങ്ങനെ മാറ്റി ഇത് ആറുമ്പോൾ നമുക്ക് ഇത് കഴിക്കാം. ഇതിൻ്റെ കൂടെ ഇച്ചിരി സോസോ ഒക്കെ ചേർത്ത് നമുക്കിത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇത് എളുപ്പമാണല്ലോ. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി ഞാൻ വേറൊരു റെസിപ്പിയായിട്ട് ചിക്കൻ മൊമോസും ഒരു ദിവസം ഉണ്ടാക്കി കാണിക്കാം. ഇതാണ്ട് ഞാനിത് ഇങ്ങനെ ഒന്നെടുത്ത് ഇത് തുറന്ന് നോക്കി. നല്ലതായിരുന്നു. ഉള്ളൊക്കെ നല്ലപോലെ വെന്ത് നല്ല സോഫ്റ്റായിരുന്നു. ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.